വയനാടിനെ സ്നേഹത്താൽ ചേർത്ത് പിടിക്കുകയാണ് കോട്ടയം വൈക്കത്തെ ഒരു ഹോട്ടൽ ഉടമ. ദുരിതബാധിതരെ സഹായിക്കാൻ തന്റെ ഹോട്ടലിലെ ഒരു മാസത്തെ വരുമാനമാണ് ഈ ഹോട്ടൽ ഉടമ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഹോട്ടൽ കച്ചവടത്തിൽ നിന്നും ലഭിച്ച 21 ലക്ഷം രൂപ മന്ത്രി വി എൻ വാസവൻ മുഖേന ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മുംബൈ ആസ്ഥാനമായുള്ള VKM ഗ്രൂപ്പ് MDയും സീ ഫുഡ് എക്സ്പോർട്ടറുമാണ് വൈക്കം ഇടവട്ടം സ്വദേശി VK മുരളീധരൻ. ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് വൈക്കം തലയോലപ്പറമ്പ് റോഡിലെ വടയാർ പുഴയോരം ഫുഡ് കോർട്ട്. ഈ സ്ഥാപനത്തിൽ നിന്നും ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 24 വരെ ലഭിച്ച തുകയാണ് മുരളീധരൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായിരുന്ന ദുരന്തം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെയുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്ത് ഗവൺമെൻറ് ഒപ്പം നിന്ന് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ഡ്യൂട്ടിയാണ്. ഒരു മാസത്തെ വരുമാനമായി 21 ലക്ഷം രൂപയാണ് ലഭിച്ചത്. മന്ത്രി വി എൻ വാസവൻ മുരളീധരനിൽ നിന്നും ഈ തുക ഏറ്റുവാങ്ങി. നല്ലവരായ സുമനസ്സുകൾ അന്നു മുതൽ ഇങ്ങോട്ട് CMDRFലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ അതിൻ്റെ പ്രവാഹം തുടരുകയാണ്. ആ പ്രഭാഗത്തിലെ ഏറ്റവും മാതൃകാപരമായൊരു സമീപനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ ശ്രീ VK മുരളീധരൻ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ വഴിയോര റെസ്റ്റോറൻറ്റിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരു മാസത്തെ മുഴുവൻ വരുമാനങ്ങളും ഒരു പൈസ പോലും മറ്റ് ശമ്പളത്തിനോ മെറ്റീരിയൽസ് വാങ്ങാനോ മാറ്റിവെക്കാതെ അത് മുഴുവൻ വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള സഹായത്തിന് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ നടപടി അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ഹോട്ടലിൻ്റെ കവാടത്തിൽ വയനാടിൻ്റെ അതിജീവനത്തിന് എന്ന പോസ്റ്ററും സ്ഥാപിച്ചിരുന്നു. മറവന്തുരുത്ത് പഞ്ചായത്തിൽ 2018 പ്രളയകാലത്ത് 15 ലക്ഷം രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തിരുന്നു. നിർധനർക്ക് വീട് നിർമ്മാണം ഉൾപ്പെടെ നാട്ടിലെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് മുരളീധരൻ. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.